സമയം ഒരു മണിക്കൂറാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. അധികാരത്തിന്റെ കേന്ദ്രങ്ങൾ മാറി മറിയുന്നു. ഈ ആഗോള രാഷ്ട്രീയ കളത്തിൽ ഇന്ത്യ സ്വന്തമായൊരു ഇടം തേടുകയാണ്. കേവലം ഒരു സാമ്പത്തിക ശക്തിയായി മാത്രമല്ല, തന്ത്രപരമായ ഒരു പങ്കാളിയായും ലോകത്തിന്റെ ശബ്ദമായും. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം ഈ പുതിയ ഇന്ത്യയുടെ മാറുന്ന വിദേശ നയത്തിന്റെ വ്യക്തമായ ഒരു പ്രഖ്യാപനമാണ്. ഈ യാത്ര എന്തിനാണ്? ഈ രാജ്യങ്ങൾ ഇന്ത്യക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? പശ്ചിമേഷ്യയും ആഫ്രിക്കൻ ഭൂഖണ്ഡവും, സമാധാനവും സുരക്ഷയും ഊർജവും വ്യാപാരവും വൻതോതിലുള്ള പ്രവാസി സമൂഹവും കൂടിക്കലരുന്ന അതിനിർണായകമായ രണ്ട് ഭൂപ്രദേശങ്ങൾ. മോദിയുടെ ഈ യാത്ര ഈ രണ്ട് ഭൂഖണ്ഡങ്ങളിലെ പ്രധാന പങ്കാളികളുമായുള്ള ഇന്ത്യയുടെ പുരാതനമായ ബന്ധങ്ങളെ പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ശക്തിപ്പെടുത്താനുള്ള ഒരു അവസരമാണ്. 4 ദിവസങ്ങൾ, 3 രാജ്യങ്ങൾ, 2 ഭൂഖണ്ഡങ്ങൾ. ഇന്ത്യയുമായി 75 വർഷത്തെ നയതന്ത്ര ബന്ധത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന ജോർദാൻ, ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനമായ ഗ്ലോബൽ സൗത്തിന്റെ പ്രധാന പങ്കാളിയായ എത്യോപ്യ, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയുടെയും തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തത്തിന്റെയും നെടുന്തൂണായ ഒമാൻ. ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ മേൽപ്പറഞ്ഞ ഓരോ രാജ്യവുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന്റെ ആഴം നാം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ യാത്ര ഇത്രയധികം ശ്രദ്ധ നേടുന്നത്? ഇന്ത്യയുടെ വിദേശ നയം സമഗ്രമായ പങ്കാളിത്തം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ സന്ദർശനം ആ യാത്രയിൽ എത്രത്തോളം നിർണായകമാകും? ഈ വീഡിയോയിൽ നാം ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുന്നു. യാത്രയിലെ ആദ്യ ചുവട് ജോർദാൻ എന്ന ഹാഷെമൈറ്റ് രാജ്യത്തേക്കാണ്. ഈ സന്ദർശനത്തിന് ഒരു ഇരട്ടി മധുരമുണ്ട്. ഇന്ത്യയും ജോർദാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികം, കൂടാതെ 37 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാനിൽ നടത്തുന്ന പൂർണ്ണ ഉഭയകക്ഷി സന്ദർശനമാണിത്. പശ്ചിമേഷ്യയിലെ ഒരു സുപ്രധാന കണ്ണിയാണ് ജോർദാൻ. ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങളിൽ ജോർദാന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇന്ത്യയുടെ പിന്തുണ ഉറപ്പിക്കാൻ ഈ സന്ദർശനം സഹായിക്കും. ഗാസയിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ച നടന്നു. തീവ്രവാദത്തെയും തീവ്രവാദ ചിന്തകളെയും ചെറുക്കുന്നതിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ശക്തമായ നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. ഈ വിഷയത്തിൽ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ സഹകരണം രണ്ട് രാജ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് താനും. ഡീ റാഡിക്കലൈസേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ന്യൂഡൽഹിയും അമാനും ധാരണാപത്രങ്ങൾ ഒപ്പിട്ടു. ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് അത്യന്താപേക്ഷിതമായ ഫോസ്ഫേറ്റുകളും പൊട്ടാഷ്യം വിതരണം ചെയ്യുന്ന ഒരു പ്രമുഖ രാജ്യമാണ് ജോർദാൻ. ഊർജ്ജ സുരക്ഷ പോലെ വളം സുരക്ഷയും ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങളിൽ നിർണായകമാണ്. ഈ വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള കരാറുകൾ ഒപ്പിട്ടത് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു. നിലവിൽ $2.8 ബില്യൺ ഇന്ത്യ ജോർദാൻ ഉഭയകക്ഷി വ്യാപാരം. ഇത് $5 ബില്യൺ ഉയർത്താനാണ് രണ്ട് രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. പുനരുപയോഗ ഊർജം, ജലവിഭവ മാനേജ്മെന്റ്, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ പുതിയ മേഖലകളിൽ സഹകരണത്തിന് ധാരണയായി. ജോർദാനിലെ പെട്രയും ഇന്ത്യയിലെ എല്ലോറയും തമ്മിൽ ഇരട്ട നഗരം കരാർ ഒപ്പിട്ടത് സാംസ്കാരിക വിനിമയത്തിന്റെ പുതിയ വാതിൽ തുറക്കാൻ ഇടയാക്കി. പശ്ചിമേഷ്യൻ നയതന്ത്രത്തിൽ ജോർദാൻ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് ആണ്. ഈ സന്ദർശനം വഴി ഇന്ത്യ പ്രസ്തുത മേഖലയിലെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും പ്രാദേശിക വെല്ലുവിളികൾക്ക് ഒരുമിച്ച് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രവാസികളുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയും ജോർദാനിലുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. ജോർദാനിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ യാത്ര കിഴക്കൻ ആഫ്രിക്കയിലെ സുപ്രധാന രാജ്യമായ എത്യോപ്യയിലേക്കാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്യോപ്യയിലേക്ക് നടത്തുന്ന ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനമാണിത്. നയതന്ത്രപരമായി ഈ സന്ദർശനത്തിന് എത്യോപ്യ നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം എത്യോപ്യയിലെ അഡിസ് അബാബയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2023 ഇന്ത്യയുടെ G20 പ്രസിഡൻസി കാലത്ത് ആഫ്രിക്കൻ യൂണിയനെ G20യുടെ സ്ഥിരാംഗമായി ഉൾപ്പെടുത്തിയത് ചരിത്രപരമായ ഒരു നേട്ടമായി തന്നെ വിശേഷിപ്പിക്കപ്പെട്ടു. ഈ സന്ദർശനം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ്. ആഫ്രിക്കയിലെ ഏറ്റവും പഴക്കമുള്ളതും ശക്തവുമായ പങ്കാളികളിൽ ഒന്നാണ് എത്യോപ്യ. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിൽ എത്യോപ്യയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. എത്യോപ്യൻ പ്രധാനമന്ത്രി ഡോക്ടർ അബിയ അഹമ്മദ് അലിയുമായി മോദി ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും ചർച്ച ചെയ്യും. ഫാർമസ്യൂട്ടിക്കൽസ്, അടിസ്ഥാന സൗകര്യ വികസനം, മാനവശേഷി വിപുലീകരണം എന്നിവയിൽ ഇന്ത്യ എത്യോപ്യയുടെ ഒരു ദീർഘകാല പങ്കാളിയാണ്. നിലവിൽ $550 മില്യൺ അടുത്താണ് വ്യാപാരം. ഇന്ത്യയുടെ വായ്പാ സഹായത്തോടെയുള്ള പദ്ധതികൾ എത്യോപ്യയുടെ വികസനത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. എത്യോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി മോദി ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന നിലയിൽ
ഇന്ത്യയുടെ യാത്രയെക്കുറിച്ചും ഇന്ത്യ എത്യോപ്യ പങ്കാളിത്തം ഗ്ലോബൽ സൗത്തിന് നൽകുന്ന സംഭാവനകളെക്കുറിച്ചും അവിടെ സംസാരിക്കും. ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനമുള്ള ആഫ്രിക്കയിൽ ഇന്ത്യയുടെ ഈ ഉന്നതതല ഇടപെടൽ പരമ്പരാഗത ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും പുതിയ വ്യാപാര നിക്ഷേപ സാധ്യതകൾ കണ്ടെത്താനും സഹായകമാണ്. ഇന്ത്യയുടെ ആഫ്രിക്കൻ നയതന്ത്രത്തിൽ എത്യോപ്യ ഒരു പ്രധാന പങ്കാളിയാണ്. ഈ സന്ദർശനം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തോടുള്ള ഇന്ത്യയുടെ മുൻഗണന വ്യക്തമാക്കുകയും പരസ്പര ബഹുമാനത്തിലും പങ്കാളിത്തത്തിലും അധിഷ്ഠിതമായ പ്രസ്തുത ബന്ധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ പ്രവാസികളുമായുള്ള കൂടിക്കാഴ്ച ഈ ബന്ധങ്ങൾക്ക് കൂടുതൽ ആഴം നൽകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മറുകരയിലെ തന്ത്രപ്രധാനമായ പങ്കാളിയായ ഒമാനിലേക്കാണ്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വാർഷിക വേളയിലാണ് ഈ സന്ദർശനം. ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ച രണ്ട് രാജ്യങ്ങളും തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഒമാൻ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ ഒരു മൂലക്കല്ലാണ്. പെട്രോളിയം വാതകങ്ങൾ, യൂറിയ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഇറക്കുമതികൾ ഒമാനിൽ നിന്നാണ്. ഉഭയകക്ഷി വ്യാപാരം $10.61 ബില്യൺ. ഈ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പിടാൻ വഴിയൊരുങ്ങുമെന്നതാണ്. ഇത് ഒമാൻ വിപണിയിലേക്ക് ഇന്ത്യയുടെ 95% ഉൽപ്പന്നങ്ങൾക്ക് തീരുവയില്ലാതെ പ്രവേശനം നൽകും. വ്യാപാരം, നിക്ഷേപം, പുതിയ ഊർജം, ഭക്ഷ്യസുരക്ഷ, സാങ്കേതികവിദ്യ എന്നിവയിൽ ഇത് വലിയ സാധ്യതകൾ തുറക്കും. അറബിക്കടലിലെ ഇന്ത്യയുടെ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയാണ് ഒമാൻ. ഒമാന്റെ സൈനിക താവളങ്ങളിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെയുള്ള തന്ത്രപരമായ സഹകരണം ഇരു രാജ്യങ്ങളുടെയും സമുദ്ര സുരക്ഷയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രതിരോധം, സുരക്ഷ, തീവ്രവാദ വിരുദ്ധത എന്നീ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തും. ഒമാനിലെ ഇന്ത്യൻ സമൂഹം ആ രാജ്യത്തിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ്. ഏതാണ്ട് 9 ലക്ഷത്തോളം വരുന്ന ഈ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഒരു ജീവനാഡിയായി പ്രവർത്തിക്കുന്നു. പ്രവാസി സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് അവരുടെ പ്രാധാന്യമാണ് വിളിച്ചോതുന്നത്. പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്താണ് ഒമാൻ. ചരിത്രപരവും സാംസ്കാരികപരവുമായ ബന്ധങ്ങൾ തന്ത്രപരമായ പങ്കാളിത്തമായി വളർന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. സമുദ്ര സുരക്ഷയിലും ഊർജ്ജ വിതരണ ശൃംഖലയുടെ സുസ്ഥിരതയിലും ഒമാൻ വഹിക്കുന്ന പങ്ക് ഇന്ത്യക്ക് വളരെ വലുതാണ്. ഈ സന്ദർശനം പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് നിൽക്കാനുള്ള ഇന്ത്യയുടെയും ഒമാന്റെയും ദൃഢനിശ്ചയം ഉറപ്പിക്കുന്നു. ജോർദാൻ, എത്യോപ്യ, ഒമാൻ ഈ ത്രിരാഷ്ട്ര സന്ദർശനം ഇന്ത്യയുടെ ആധുനിക വിദേശ നയത്തിന്റെ ഒരു ലഘുചിത്രമാണ്. ഇത് കേവലം ഉഭയകക്ഷി ചർച്ചകൾക്കപ്പുറം ആഴത്തിലുള്ള തന്ത്രപരമായ ലക്ഷ്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഊർജം, വളം, വ്യാപാരം എന്നിവയ്ക്കായി ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ വിതരണ ശൃംഖലകൾ വൈവിധ്യവൽക്കരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. മാത്രമല്ല, ആഫ്രിക്കൻ യൂണിയൻ ഉൾപ്പെടെയുള്ള ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങളെ കൂടെ നിർത്തി ലോകവേദികളിൽ കൂടുതൽ ശബ്ദമുയർത്തുക എന്ന ന്യൂഡൽഹിയുടെ ലക്ഷ്യത്തിനും ഇത് പ്രയോജനകരമാണ്. കൂടാതെ മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ തന്ത്രപ്രധാനമായ സമുദ്ര പങ്കാളികളുമായി പ്രതിരോധ ബന്ധം ശക്തമാക്കുക എന്ന ഇന്ത്യൻ ഉദ്ദേശത്തിന് ഈ കൂട്ടുകെട്ട് പിൻബലമാവുന്നു. ഇതിനപ്പുറമാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ ശക്തി മേൽപ്പറഞ്ഞ ബന്ധത്തിന്റെ ഒരു പാലമായി ഉപയോഗിക്കുവാനുള്ള നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ നയവും. ചുരുക്കത്തിൽ 3 രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ഈ യാത്ര വിശ്വഗുരു എന്ന പദവിയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. പശ്ചിമേഷ്യയിലും ആഫ്രിക്കയിലും ശാശ്വതമായി സൗഹൃദത്തിന്റെ വിത്തുകൾ പാകി പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് കഴിയും. ഊർജം, സുരക്ഷ, വ്യാപാരം, വികസനം ഈ 4 നെടുന്തൂണുകളിൽ ഇന്ത്യ ലോകമെമ്പാടും ഒരു സൗഹൃദത്തിന്റെ കൈ നീട്ടുകയാണ്. നയതന്ത്രത്തിലെ ഓരോ ചൂടും രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നു. പ്രധാനമന്ത്രി മോദിയുടെ ഈ ത്രിരാഷ്ട്ര സന്ദർശനം ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു നിക്ഷേപമാണ്. കൂടുതൽ ശക്തമായ ബന്ധങ്ങളോടെ, കൂടുതൽ സുരക്ഷിതമായ ഭാവിയോടെ, ആഗോളവേദിയിൽ കൂടുതൽ സ്വാധീനത്തോടെ പുതിയ ഇന്ത്യ മുന്നോട്ട്. ജയ് ഹിന്ദ്. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യൻ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.